വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുഴിപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ്, കുഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ KS, അഡ്വക്കേറ്റ് സാബു VP, സൂരജ് NS തുടങ്ങി പ്രമുഖരായ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ പാർട്ടിസിപ്പൻസിന് നമുക്ക് കൊടുക്കാനുണ്ട്. ആ നിലയിൽ ആണ് ഈ മധുരം മലയാളം പരിപാടി 2 തലങ്ങളിലായി നമ്മൾ നടത്താൻ ആലോചിക്കുന്നത്. സ്കൂളുകളിൽ ഹ്രസ്വമായ ചടങ്ങുകൾ HMO, PTA ഭാരവാഹികളും മലയാളം അധ്യാപകരും എല്ലാം പങ്കെടുക്കുന്ന ഹ്രസ്വമായ ചടങ്ങുകളോടുകൂടി ആ പരിപാടി നടത്തണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. HMOമാരുടെ പ്രത്യേക യോഗം നമ്മൾ ഓൺലൈൻ യോഗം ചെയ്യുകയും ചേർന്ന് ആ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഗാ പരിപാടി നമ്മൾ 21 നടത്താമെന്നാണ്. അപ്പോൾ മെഗാ പരിപാടികളോട് കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കണം. പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കണം. സ്കൂൾ തലത്തിൽ ജയിക്കുന്ന കുട്ടികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ സ്കൂളിൽ തന്നെ കൊടുക്കണമെന്നാണ് കണ്ടത്. മറ്റൊന്ന് ഡിസംബർ 1, 2, 3 തീയതി ഡിസംബർ 1 ലളിതമായ ചടങ്ങോടുകൂടി ആരംഭിക്കണമെന്നാണ് കണ്ടെത്തുന്നത്. അത് 3 ദിവസത്തെ പരിപാടിയാണ്. അത് കുഴിപ്പുള്ളി ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുഴിപ്പുള്ളി ബീച്ചിൽ നമ്മൾ പ്രധാനമായും ഒരു ഫുഡ് ഫെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫുഡ് ഫെസ്റ്റ് അവിടെ ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം എന്നുള്ള ആശയത്തെ മുൻനിർത്തിയാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി തന്നെ നമ്മൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വേദിയിലിരിക്കുന്ന സൂരജ്, അദ്ദേഹം ഭാരതത്തിൻ്റെ ഭാരവാഹിയാണ്. നമ്മുടെ ദുബായ് പോസ്റ്റിൻ്റെ ദുബായ് ഓഫീസ് വഴി നമ്മുടെ മണ്ഡലത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി 90 ലക്ഷം രൂപ വീതം 3 വർഷം അനുവദിക്കപ്പെട്ട തുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്ത്രീകളെ മത്സ്യവിഭവങ്ങളുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെ പരിശീലിപ്പിക്കാനും ടെന്നീസ് വളർത്താനും നമ്മുടെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ആ പദ്ധതികൾക്ക് നമ്മളിവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അത് 350ഓളം വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ മത്സ്യവിഭവങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിശീലനം നൽകുകയാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രം പ്രയോജനമില്ല. അപ്പോൾ അതിനുള്ള സ്ഥിരം സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ബീച്ചുകളിൽ കിയോസ്കുകളിലൂടെ വിൽക്കാം, ബേക്കറികളിൽ കൊടുക്കാം, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം. നമ്മുടെ തന്നെ വീടുകളിലുള്ള ചെറിയ ചടങ്ങുകൾക്കെല്ലാം ഈ വിഭവങ്ങളെല്ലാം ഓർഡർ സ്വീകരിച്ചത് കൊടുക്കാൻ കഴിയും. ഭാഗ്യം എങ്ങനെ പോലെ 15,000, 20,000 രൂപ വരുമാനമുള്ളവരായി കുറച്ച് പേരെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുന്ന പദ്ധതിയാണ്. നിരവധി വായ്പ സംരംഭങ്ങൾ അതിന് പ്രാഥമിക യോഗം നമ്മൾ നടത്തി. എല്ലാ പഞ്ചായത്തിലെയും CDS ചെയർപേഴ്സൺമാരുടെ യോഗം ചേർന്നു. അവരെല്ലാം മനസ്സിലുള്ള പദ്ധതി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും താഴെ അവരുടെ പ്രത്യേക യോഗങ്ങൾ ചേർന്ന് ഈ പരിപാടി ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചായത്തിന് 3 കോടി രൂപ, ഒരു പഞ്ചായത്തിലേക്ക് 3 കോടി രൂപ വായ്പ. അതായത് നമ്മുടെ മണ്ഡലത്തിലെ 28 പഞ്ചായത്തുകളിലായി 24 കോടി രൂപയുടെ ധനസഹായം ലഭ്യമാക്കാം എന്നാണ് ഇപ്പോൾ ധാരണ. ഇതിൽ 3 ലക്ഷം രൂപ ഒരു പ്രൊജക്റ്റുമില്ലാതെ അവർക്ക് നൽകും. ബാക്കി വ്യക്തിപരമായിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് എത്ര ലക്ഷം രൂപയുടെ പ്രൊജക്റ്റുകളാണെങ്കിലും ആ പ്രൊജക്റ്റിന് വായ്പ നൽകുന്ന പദ്ധതിയാണ് വനിതാ വികസന കോർപ്പറേഷൻ. അത് സെൻട്രലിൻ്റെ കൂടി കഴിയേണ്ടതാണ്, ഫണ്ടിങ് ഉള്ളതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി നമുക്ക് മണ്ഡലത്തിലെ ഈ വായ്പ അതിന് മുമ്പ് തന്നെ നമ്മുടെ പരിചയക്കാരും നമുക്ക് കൂടുതൽ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരിമാരെ സ്വയം തൊഴിൽ ചെയ്യാൻ ഏതെല്ലാം സംരംഭങ്ങളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കുടുംബശ്രീ വഴി ബന്ധപ്പെടുത്തി അവർക്ക് ആ വായ്പ ഉറപ്പാക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതോട്. അതിൻ്റെ സംഘടനാ സംവിധാനം വഴി നമ്മൾ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഏകദേശം ഒരു ആലോചന നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഹാളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് 2-3 വിഷയങ്ങൾ എടുത്തുകൊണ്ടുള്ള സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കണമെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ 21 പരിപാടിയുണ്ട്.
രാജീവിൻ്റെയും സതീഷ് ചെറിയാൻ്റെ എല്ലാം പ്രോഗ്രാം 21 രാവിലെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ പരിപാടി രാവിലെ വൈകുന്നേരത്തെ കാട്ടണമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് പങ്കെടുക്കേണ്ട ആളുകളെല്ലാം ക്ഷണിക്കേണ്ടതുണ്ട്. 21 ഒരു 3 മണിക്ക് ഒരു ഗുരുദേവ സന്ദേശങ്ങളുടെയും ദർശനത്തിൻ്റെയും കാലാതീത പ്രസക്തിയും ആധുനിക സ്വാധീനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്, ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ ദൈവദർശനം, അതിൻ്റെ നൃത്താവിഷ്കാരം തനുഷ സല്യാൻ എന്ന് പറയുന്ന ഗിന്നസ് ബുക്ക് ഫെയിം കൊടുങ്ങല്ലൂരുള്ള കുട്ടിയാണ്. അവർ കൊറിയോഗ്രാഫി ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികൾ വൈകുന്നേരം നടത്താമെന്ന് ഉദ്ദേശിക്കുന്നു. 22-ാം തീയതി രാവിലെ 10 മുതൽ ഗുരുവിൻ്റെ സർവമത സമ്മേളനവും ജാതിയില്ല വിളംബരവും ആ വിഷയമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗുരുദേവ സാഹിത്യം വിഭാവനം ചെയ്യുന്ന രണ്ടാമത്തെ സെഷൻ ഗുരുദേവ സാഹിത്യം വിഭാവനം ചെയ്യുന്ന വിശ്വ സാംസ്കാരികത എന്ന വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ. അങ്ങനെ ഒരു ദിവസം തന്നെ 2 വൈകുന്നേരം ഗുരുദേവ കൃതികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലാപരമാണ്. നമ്മുടെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഫോക്ലോറിൻ്റെ ഒരു പദ്ധതിയാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ചാർജ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. 100 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കണ്ണൂർ ലാവണ്യം ആണ് അതിൻ്റെ അവതരണം നിർവഹിക്കുന്നത്. അവരുടെ പരിപാടി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 23-ന് നമ്മൾ ഗുരുവിൻ്റെ മതനിരപേക്ഷതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തെ അധികരിച്ചൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മാനവികത, ധാർമ്മികത, സ്വതന്ത്രത, ഗുരുവിൻ്റെ ദാർശനിക വീക്ഷണം എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരം സമാപന സമ്മേളനമാണ്. 23-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ശ്രീ MP രാജേഷ് മന്ത്രി ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് വൈകുന്നേരം കലാമണ്ഡലത്തിൻ്റെ നൃത്തത്തിൽ അവതരിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ലത് ബീച്ച് സൈഡാണ്. പക്ഷേ പുതുവൈപ്പിനെപ്പോഴും പ്രാദേശികമായിട്ടുള്ള വലിയ വേദികളെല്ലാം ഒരുങ്ങാറുള്ളതുകൊണ്ട് അവിടെ നമുക്ക് ചില അസൗകര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരിക എന്നുള്ളത് പ്രയാസമാണ്. പിന്നെ കൂടുതൽ ആളുകൾ ആകർഷിക്കാനൊക്കെ കഴിയുന്ന സ്ഥലം കാണുന്ന ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ വേണമെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇതിനിടയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വീണ്ടും അവർ 20-ാം തീയതി വരും. അപ്പോൾ അവർക്ക് വലിയ മൈതാനം എന്ന നിലയിൽ അവർ കണ്ടെത്തുന്നത് വല്ലാർപാടം പള്ളിയിലേക്കുള്ള പഴയ റോഡിലേക്ക് വല്ലാർപാടം പരമ്പുകാടേക്ക് പോകുന്ന വീതിയിൽ റൈറ്റ് സൈഡിൽ വലിയ ഒരു ലാൻഡ് നൽകിയിട്ടുള്ള നോവൽറ്റി ജോർജിൻ്റെ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരാണ്. ഒരു 5-6 ഏക്കർ കിടത്തിയിട്ടുള്ള ഭൂമി. അവർക്ക് ഒരുപാട് ഏരിയ വേണം. കാരണം നമ്മുടെ ബീച്ചുകളൊക്കെ വന്ന് കണ്ടതാണ്. അത്ര ഏരിയ പോലെ അതൊരു ടിക്കറ്റ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതും അതിൻ്റെ വിൽപ്പന കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കോളും. അവരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തിക്കോളും. ആളുകൾ ഒഴുകി എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. സമ്മേളനം ചെയ്ത വേദിയിലും സദസ്സിലുമായിരുന്ന ബഹുമുഖ പ്രതിഭകളായ സ്നേഹബഹുമനെ, ഈ ലോകത്തിലൂടെയുള്ള വിജ്ഞാനം ആധാരമാക്കി വൈപ്പിൻ MLA ശ്രീ KA ഉണ്ണികൃഷ്ണൻ അവർ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റ്. വൈപ്പിൻ ആർട്ട് സമ്മിറ്റ് അല്ലെങ്കിൽ ഒരു വൈപ്പിൻ കലാ സാംസ്കാരിക ഉച്ചകോടി എന്ന് ഇതിനെ വിശേഷിപ്പിച്ചാൽ ഇതിനതിശയോക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഗംഭീരമായി ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ പ്രമുഖ ഗംഭീരമായി ഈ വർഷം നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കാൻഡിപ്പാർട്ടീസ് ശ്രീ ചന്ദ്രശേഖരൻ, K. രാമകൃഷ്ണപിള്ള, CK ബാബു അടക്കമുള്ള പാരമ്പര്യങ്ങളെല്ലാം വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നാടൻ കലകളുടെയും നാട്ട് ഐതിഹ്യങ്ങളുടെയും നാടാണ് കേരളം. ഭാരതത്തിൻ്റെ കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നമ്മൾ
സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ തലപ്പൊക്കം താങ്ങി നിൽക്കുന്ന പ്രഗത്ഭരും പ്രതിഭാധനരുമായ വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്ന നാടാണ് വൈപ്പിൻകര. വൈപ്പിൻകരയിലെ എല്ലാവരും തന്നെ പല കായിക പ്രേമികളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പൂർവാധികം ഭംഗിയോടെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വളരെ നല്ല ഇതിന് മുമ്പില്ലാതെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ വൈപ്പിൻ MLA സാറ് മുൻകൈ എടുത്തുകൊണ്ട് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതെല്ലാം നടത്തിപ്പിന് വേണ്ട പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള സഹകരണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. വൈകല്യ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ്. അത്യാവശ്യം പൊതുപ്രവർത്തകർക്കും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ തീർച്ചയായിട്ടും കുറവുകളുണ്ടാകാം, കൂട്ടിച്ചേർക്കലുകളാകാം. പറഞ്ഞല്ലോ നല്ല നിലപാടം ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയർമാനായിട്ട് MLA KM ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർമാൻമാരെ ഒന്ന് ഡോക്ടർ മാസ്റ്റർ LC ജോബ്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ രസികല പ്രിയരാജ്, ഹസീന തുൽസലാം, അക്ബർ, നീതു വിനോദ്, ഇത്രയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് ചെയർമാൻമാരായും AP പ്രസിഡന്റ് സരിത സലൻ എന്നിവരും വൈസ് ചെയർമാൻമാരായും അഡ്വക്കേറ്റ് എബ്രഹാം, അദ്ദേഹം നമ്മുടെ സഹകരണ ബാങ്കുകളുടെ സഹകരണ യൂണിയന്റെ ഭാരവാഹി കൂടിയാണ്. പിന്നെ ശ്രീ ഗിരി, അപ്പോൾ അതൊരു പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമാണ്, ഒരു ബാങ്കിന്റെ പ്രസിഡന്റുമാണ്. അങ്ങനെ 10 പേരോളം വരും. പിന്നെ ജനറൽ കൺവീനറുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ലിബിനെയാണ് നിർദ്ദേശിക്കാറുള്ളത്. ജോയിന്റ് കൺവീനർമാരായി MP ഷൈനി, അഡ്വക്കേറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം രമണിയാജൻ, മിനി രാജു, മേരി വിൻസെന്റ്, തുളസി സോമൻ, അതുപോലെ പ്ലാനറ്റത്തിന്റെ പ്രതിനിധി ശ്രീ സൂര്യാശ്, ഗ്രേറ്റർ കൊച്ചിന്റെ പ്രതിനിധി, അതുപോലെ അനിൽ പ്ലാൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധിയാണ്, പത്ര പ്രതിനിധിയാണ്. നമ്മുടെ വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വാട്ടർ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞു. ബന്ധപ്പെട്ട കേശവനോഹമായിട്ടൊരു പ്രാഥമിക ആലോചന നടത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ തീരുമാനിച്ചിട്ടില്ല, നമുക്കത് കൈകാര്യം ചെയ്യുന്നു. ജോയിന്റ് കൺവീനർമാരുടെ കുറച്ച് ആളുകൾ സുനിൽ കരീന്ദ്രൻ, ശ്രീ രാഘം ടീച്ചർ, അഡ്വക്കേറ്റ് സാബു, ജിൻഷ, ജോസ്റ്റി തോമസ്, ആന്റണി സജി, ജെയ്സൺ, ഇവരുടെ 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടിയാണ്. ജനറൽ കൺവീനർ ബിൽഡിംഗ്, ഇതിന്റെ പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് ബോണി തോമസ്, അദ്ദേഹങ്ങളുടെ പിന്നാല ഫൗണ്ടേഷന്റെ പ്രതിനിധിയാണ്. കഴിഞ്ഞ തവണയും ആ ചുമതലയിൽ നിന്ന് സേവനം അനുഷ്ഠിച്ചതാണ്. മെജാരിറ്റിയായിട്ട് പ്രത്യേകിച്ച് ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിൽ, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കൺസൾട്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അക്കൗണ്ടിങ്ങിലൊക്കെ പോരായ്മകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പരിചയസമ്പന്നരായ ആളുകൾ അത് വേണമെന്നുള്ളതുകൊണ്ടാണ് സുനിലിന്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് സുനിലിന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഭാരവാഹികളുടെ യോഗമാണ് പ്രധാനമായിട്ടും നമ്മൾ നേരിട്ട് വരുന്നത്. അത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളും, ത്രിതല പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. CDSന്റെ 8 പഞ്ചായത്തിലുള്ള ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഫിഷറീസിന്റെ സീതാലക്ഷ്മിയുടെ ഇരിക്കുന്നത്, നമ്മുടെ പോലീസ്, അതുപോലെ എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു പ്രതിനിധി വീതം നമ്മുടെ എക്സിക്യൂട്ടീവിൽ നമുക്ക് ഉൾപ്പെടുത്താം. ശ്രീ അനിൽ പ്ലാൻസ്, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധികൾ, അതിപ്പോൾ പ്രധാനമായിട്ടും ടോമി, അദ്ദേഹമാണ് ഭാരവാഹിയിൽ പോകുന്നത്. ടോമി നമുക്ക് ഉൾപ്പെടുത്താം. ബാബയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കലാസംഘടനയാണ്, അതിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടുത്താം. ഫ്ലാഗിൻ്റെ എല്ലാ പഞ്ചായത്ത് തലത്തിലുള്ള ഭാരവാഹികൾ, സെക്രട്ടറിമാരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കാം. നമ്മുടെ 8 പഞ്ചായത്തിലെ SC/ST പ്രൊമോട്ടേഴ്സ്, അതുപോലെ നമ്മുടെ ഫിഷറീസുമായി ബന്ധപ്പെട്ട് വന്ന വളണ്ടിയേഴ്സ്, എല്ലാ ഫിഷറീസ് സെക്ടറിലുള്ള മത്സ്യത്തൊഴിലാളികൾ
ഇന്ന് നമ്മളെല്ലാ സ്റ്റുഡൻറ് ഓർഗനൈസേഷനുകളിൽ യൂത്ത് ഓർഗനൈസേഷനിൽ സെക്രട്ടറിമാരും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പിന്നെ എല്ലാ എച്ചമ്മാരും എല്ലാ പിടിയെ ഭാരവാഹികളും പിന്നെ ആരെങ്കിലും നമുക്ക് കൂട്ടിത്തരണമെന്ന് അതിനുള്ള അധികാരം തീരുമാനിക്കാവുന്നു. സാറിന്റെ കൂടെ ഞങ്ങൾ 4 പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടി അവിടെ സാറ് നേരത്തെ പറഞ്ഞപോലെ സ്ത്രീകൾക്ക് വേണ്ടി കുറച്ച് തൊഴിലവസരങ്ങൾ, കുറച്ച് പ്രോജക്ട്സ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നത്. ഇതുവരെ കിട്ടിയിരിക്കുന്നത് വളരെ നല്ല അനുഭവങ്ങളാണ്. കാരണം വരുന്ന ആൾക്കാർക്ക് വളരെ സഹകരണത്തോടെ എല്ലാ പ്രോജക്റ്റ് ഏറ്റെടുക്കാനും ഞങ്ങൾക്കാരും ഉഷാറായിട്ടാണ് വരുന്നത്. പിന്നെ പുറകിലുള്ള ആൾക്കാർക്ക് മീൻസറുകളെയും നമ്മുടെ എല്ലാവരും വളരെ ഉഷാറായിട്ടാണ്, ഞങ്ങൾക്കാരും ഉഷാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ വരുന്ന ഫോക്ക് ഫെസ്റ്റിവലും ഫുഡ് ഫെസ്റ്റിവലും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു.